എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂര്യദേവനും സ്യമന്തകവും എന്ന കഥയാണ്. ദ്വാരകയിൽ സൂര്യദേവൻ്റെ ഭക്തനായി സത്രാജിത്ത് എന്നൊരാളുണ്ടായിരുന്നു. ഒരു ദിവസം സൂര്യദേവൻ സത്രാജിത്തിന് സ്യമന്തകം എന്നു പേരായ ഒരു മഹനീയ രത്നം നൽകി. സ്യമന്തകം അതീവ പ്രഭയേറിയതും അതിൻ്റെ ഉടമയ്ക്ക് നിലയ്ക്കാത്ത സമ്പത്ത് നൽകുവാൻ കഴിയുന്നതുമായിരുന്നു. ആ രത്നവും അണിഞ്ഞുകൊണ്ട് സത്രാജിത്ത് ദ്വാരകയിൽ പ്രവേശിച്ചു. ജനം അദ്ദേഹത്തെ സൂര്യദേവനാണെന്ന് തെറ്റിദ്ധരിച്ചു. ശ്രീകൃഷ്ണൻ സത്രാജിത്തിനോട് രത്നം തൻ്റെ കയ്യിൽ തരാൻ ആവശ്യപ്പെട്ടു. കാരണം അങ്ങനെയുള്ള അപൂർവ സമ്പത്ത് രാജാവിൻ്റെ കൈവശമായിരിക്കണം. ഉഗ്രസേന രാജാവിൻ്റെ കയ്യിൽ സൂക്ഷിച്ച് അത് പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാമെന്നായിരുന്നു ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം. എന്നാൽ സത്രാജിത്ത് അത് ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ സ്യമന്തകവും ധരിച്ച് വനത്തിൽ പോയി. തിളങ്ങുന്ന കല്ലിൻ്റെ ആകർഷണത്തിൽ ഒരു സിംഹം പ്രസേനനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. സിംഹം സ്യമന്തകത്തെ ഒരു ഗുഹയ്ക്ക് സമീപത്തേക്ക് കൊണ്ടുപോയി. സുപ്രസിദ്ധനായ ജാംബവാൻ അതിൽ ജീവിച്ചിരുന്നു. തൻ്റെ പുത്രന് കളിക്കാനായി രത്നമെടുക്കാൻ നിശ്ചയിച്ച് ജാംബവാൻ സിംഹത്തിനെ വകവരുത്തി. ഇതേ സമയം ദ്വാരകയിൽ ശ്രീകൃഷ്ണനാണ് പ്രസേനനെ കൊന്ന് രത്നം മോഷ്ടിച്ചതെന്നൊരു കിംവദന്തി പരന്നു. അപവാദത്തിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ പ്രസേനൻ വനത്തിലേക്ക് പോയ പാത പിന്തുടർന്നു. അവിടെ പ്രസേനന്റെ പിണം കണ്ടു. ഒരു സിംഹവുമായി മൽപ്പിടുത്തമുണ്ടായതിൻ്റെ ലക്ഷണവും കാണായി. പിന്നീട് സിംഹത്തിൻ്റെ ജഡം ഒരു ഗുഹാമുഖത്ത് ശ്രീകൃഷ്ണൻ കണ്ടു. രത്നവും തേടി കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിൽ കയറി. അവിടെ തൊട്ടിലിന് മുകളിൽ അത് തൂങ്ങിക്കിടക്കുന്നു. ശ്രീകൃഷ്ണൻ അവിടെ എത്തിയതറിഞ്ഞ് ജാംബവാൻ ഓടിയെത്തി. അവിടെ ജാംബവാനും ശ്രീകൃഷ്ണനുമായി വലിയൊരു മൽപ്പിടുത്തം തന്നെ നടന്നു. കുറേ ദിവസങ്ങൾ തുടർച്ചയായി പോരാടി കഴിഞ്ഞപ്പോൾ വീരപരാക്രമിയായ ജാംബവാനാണ് തളർന്നുപോയത്. അത്ഭുതപരവശനായ ജാംബവാൻ പറഞ്ഞു, അവിടുന്ന് ഭഗവാൻ തന്നെ, എല്ലാ ജീവജാലങ്ങളുടെയും പൊരുൾ. അവിടുന്നാണ് പരമപുരുഷൻ. സ്രഷ്ടാവിൻ്റെ പ്രജാപതിയും കാലവും അവിടുന്നത്രേ. അവിടുന്ന് തന്നെ എല്ലാറ്റിൻ്റെയും പരമ്പൊരുൾ. അവിടുന്ന് കഴിഞ്ഞ ജന്മത്തിലെ ശ്രീരാമചന്ദ്ര പ്രഭു തന്നെ. അങ്ങനെ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ജാംബവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചു. ശ്രീകൃഷ്ണൻ കഥകളെല്ലാം വെളിപ്പെടുത്തി. ജാംബവാൻ ആഹ്ലാദപുരസ്സരം സ്യമന്തകത്തെ ശ്രീകൃഷ്ണന് നൽകി. കൂടാതെ സന്തുഷ്ടനായി തൻ്റെ പുത്രിയായ ജാംബവതിയെ ശ്രീകൃഷ്ണന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. ദ്വാരകയിൽ രത്നം തേടിപ്പോയ ശ്രീകൃഷ്ണനെ കാണാഞ്ഞ് എല്ലാവരും ദുഃഖത്തിലാണ്ടു. ശ്രീകൃഷ്ണൻ ഗുഹയിലേറി ഏറെ നാളായിട്ടും തിരിച്ചു വന്നില്ല. ശ്രീകൃഷ്ണന്റെ അമ്മയും രുക്മിണിയും മറ്റും വ്രതമെടുത്ത് ശ്രീകൃഷ്ണന്റെ സംരക്ഷയ്ക്ക് വേണ്ടി ദേവി ഉപാസന നടത്തി. ശ്രീകൃഷ്ണൻ സ്യമന്തകവും കൊണ്ട് ജാംബവതി സമേതനായി ദ്വാരകയിൽ തിരിച്ചെത്തിയപ്പോൾ ഏവരും ആഹ്ലാദിച്ചു. ഭഗവാനെ കാത്തുരക്ഷിച്ചതിൽ അവർ ഭഗവതിയോട് നന്ദി പറഞ്ഞു. ശ്രീകൃഷ്ണൻ സത്രാജിത്തിനെ സഭയിൽ വിളിച്ച് സ്യമന്തകം തിരിച്ചേൽപ്പിച്ചു. തൻ്റെ രത്നം നഷ്ടപ്പെട്ടതിനും സഹോദരൻ്റെ മരണത്തിനും ശ്രീകൃഷ്ണനെ പഴിചാരിയതിൽ സത്രാജിത്ത് ലജ്ജിച്ചു. ബന്ധം നന്നാക്കിയെടുക്കാൻ തൻ്റെ പുത്രിയായ സത്യഭാമയെ ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹം സ്യമന്തകമണി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ശ്രീകൃഷ്ണൻ സത്രാജിത്തിനോട് രത്നം സ്വയം സൂക്ഷിച്ചുകൊള്ളാൻ പറയുകയാണ് ചെയ്തത്. എന്നാൽ അതിൻ്റെ സൽഫലങ്ങൾ ദ്വാരകാവാസികളുമായി പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു. നന്ദി.